അടുത്ത നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് ഡിസൈഡബിൾ ആൻഡ് അൺഡിസൈഡബിൾ പ്രോബ്ലംസ്. എന്താണ് ഡിസൈഡബിൾ എന്നും എന്താണ് സെമി ഡിസൈഡബിൾ എന്നും എന്താണ് അൺഡിസൈഡബിൾ പ്രോബ്ലംസും എന്നുള്ളതാണ് പറയുന്നത്. ഒരു പ്രോബ്ലം ഡിസൈഡബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആൻസർ, ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ കറസ്പോണ്ടിങ് അൽഗോരിതംസ്, ഏതെങ്കിലും അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസൈഡബിൾ. ഓക്കെ, ആ പ്രോബ്ലം കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസൈഡബിൾ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സപ്പോസ് വി ആർ ആസ്ക്ഡ് ടു കമ്പ്യൂട്ട് ഓൾ ദി പ്രൈം നമ്പേഴ്സ് ഇൻ ദ റേഞ്ച് ഓഫ് 1000 to 2000. അതായത് 1000-നും 2000-നും ഇടയ്ക്കുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. നമുക്ക് പ്രൈം നമ്പേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് നമുക്കറിയാം. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1000-നും 2000-നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസൈഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി ട്യൂറിംഗ് മെഷീൻസിൻ്റെ കേസിൽ ഡിസൈഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. A problem is said to be a decidable problem if there exists a corresponding Turing machine which holds on every input with an answer yes or no. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, അതായത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ ഏതൊരു ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാലും ആ ട്യൂറിംഗ് മെഷീൻ കറസ്പോണ്ടിങ് ആയിട്ട് യെസ് എന്നോ നോ എന്നോ ഉള്ള ഒരു ആൻസറിൽ ഹോൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിസൈഡബിൾ പ്രോബ്ലം എന്ന് പറയും. എന്താണ്, തന്നിരിക്കുന്ന പ്രോബ്ലംസ് ഡിസൈഡബിൾ, ഒരു ട്യൂറിംഗ് മെഷീൻ്റെ കേസിൽ ഡിസൈഡബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കുള്ള എല്ലാ ഇൻപുട്സിനകത്തും അതിന് യെസ് എന്നോ നോ എന്നോ ഉള്ള ഒരു ആൻസർ വെച്ച് ഹോൾട്ട് ചെയ്യാൻ പറ്റണം, നിൽക്കാൻ പറ്റണം. അങ്ങനെയുള്ളതിനെയാണ് എന്താണ് നമ്മുടെ അക്സെപ്റ്റിംഗ് അല്ലെങ്കിൽ റിജക്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിസൈഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. If it is also important to know that these problems are termed as Turing decidable, since a Turing machine always halt on every input accepting or rejecting it. Okay, അപ്പോൾ നമുക്ക് ട്യൂറിംഗ് മെഷീനകത്ത് തന്നിരിക്കുന്ന പ്രോബ്ലംസിനെ നമ്മൾ വേറൊരു പേരിൽ നേരത്തെ പറഞ്ഞു, എന്താണ് ട്യൂറിംഗ് ഡിസൈഡബിൾ. എന്തുകൊണ്ടാണ് അതിനെ ട്യൂറിംഗ് ഡിസൈഡബിൾ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാലും ആ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഏത് രീതിയിലാണോ അത് അക്സെപ്റ്റ് ചെയ്താണോ ഹോൾട്ട് ആവുന്നത്, റിജക്റ്റ് ആയാണോ ഹോൾട്ട് ആവുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിസൈഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദെൻ സെമി ഡിസൈഡബിൾ പ്രോബ്ലംസ്. സെമി ഡിസൈഡബിൾ പ്രോബ്ലംസ് ആർ ദോസ് for which a Turing machine holds on input accepted by it, but it can either halt or loop forever on the input which is rejected by the Turing machine. അപ്പോൾ സെമി ഡിസൈഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻപുട്ട് നമ്മൾ തന്നു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് നമ്മുടെ ട്യൂറിംഗ് മെഷീൻ അക്സെപ്റ്റ് ചെയ്ത് ഹോൾട്ട് ചെയ്യും. പക്ഷേ അത് നമ്മുടെ ആ ഒരു ഇൻപുട്ടിന് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹോൾട്ട് ആവാം, ചിലപ്പോൾ അത് ലൂപ്പിംഗ് കണ്ടീഷൻസിലേക്ക് പോകാം. അതായത് എല്ലാ ഇൻപുട്സിലും എന്താവില്ല, അക്സെപ്റ്റ് സ്റ്റേറ്റിൽ പോയി ഹോൾട്ട് ആവത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സെമി ഡിസൈഡബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് പ്രോബ്ലംസ് ആർ ഓൾസോ ടേംഡ് ആസ് ട്യൂറിംഗ് റിക്കഗ്നൈസബിൾ പ്രോബ്ലംസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് തന്നിരിക്കുന്നത്, ഡിസൈഡബിൾ പ്രോബ്ലംസിൻ്റെ എക്സാമ്പിൾസ്. ടു റെഗുലർ ലാംഗ്വേജസ് എൽ ആൻഡ് എം ആർ ഈക്വലൻ്റ് ആണോ എന്നുള്ളതാണ്. വി ക്യാൻ ഈസിലി ചെക്ക് ബൈ യൂസിങ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ ഈക്വലൻ്റ് റെഗുലർ ലാംഗ്വേജസിൻ്റെ ഈക്വലൻ്റ് കണ്ടുപിടിച്ചതാണ്. അത് CFL പഠിച്ചപ്പോഴത്തേക്ക്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ പഠിച്ചപ്പോഴത്തേക്കും നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് എംപ്റ്റിനെസ്സും യൂണിറ്റ് പ്രൊഡക്ഷൻസും ഒക്കെ പറഞ്ഞതാണ്. ഓക്കെ, അൺഡിസൈഡബിൾ പ്രോബ്ലംസ്. എന്താണ് അൺഡിസൈഡബിൾ പ്രോബ്ലംസ്? The problems for which we can construct an algorithm that can answer the problem correctly in finite time are termed as undesirable problems. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് അൺഡിസൈഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദീസ് പ്രോബ്ലംസ് ബി പാർഷ്യലി ഡിസൈഡബിൾ ബട്ട് ദേ വിൽ നെവർ ബി ഡിസൈഡബിൾ. ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഡിസൈഡബിൾ ആയിരിക്കാം, ബട്ട് എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസൈഡബിൾ
പ്രോബ്ലംസ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അൺഡിസൈഡബിൾ എന്ന് പറയുന്നത്. That is, there will always be a condition that will lead Turing machine into an infinite loop without providing an answer at all. അതായത് നമുക്ക് ചില ഇൻപുട്ട്സ് അല്ലെങ്കിൽ ചില സ്ട്രിങ്സ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടീഷൻസിലേക്ക്, നമ്മുടെ അക്സെപ്റ്റിംഗ് കണ്ടീഷൻസിൽ എല്ലാ ഇൻപുട്ട്സ് കൊടുക്കുമ്പോഴും അക്സെപ്റ്റിംഗ് കണ്ടീഷൻസിലേക്ക് വരില്ല. എന്ത് ചെയ്യും, ചിലപ്പോൾ ലൂപ്പിംഗ് കണ്ടീഷൻസിൽ കണ്ടിന്യൂ ചെയ്തിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് അൺഡിസൈഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോബ്ലംസിൻ്റെ അൺഡിസൈഡബിലിറ്റി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഫെർമാറ്റ്സ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം വെച്ചിട്ടാണ്. പോപ്പുലർ അൺഡിസൈഡബിൾ പ്രോബ്ലം വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് no 3 positive integers a, b, c for any n greater than or equal to 2 can ever satisfy the equation a raised to n plus b raised to n is equal to c raised to n. എയും ബിയും സിയും എന്ന് പറയുന്ന 3 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അതുപോലെ n എന്ന് പറയുന്നത് എപ്പോഴും 2-നേക്കാൾ ഇക്വലൻറ്റോ ഗ്രേറ്റോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു n പ്ലസ് ബി റേസ് ടു n എന്ന് പറയുന്നത് സി റേസ് ടു n എന്ന് പറയുന്ന ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത പ്രോബ്ലംസിനെയാണ് അൺഡിസൈഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനകത്ത് എക്കും ബിക്കും സിക്കും ഉള്ള വാല്യൂവും എന്നിൻ്റെ വാല്യൂവും അപ്ലൈ ചെയ്തിട്ട് എ റേസ് ടു n പ്ലസ് ബി റേസ് ടു n കാൽക്കുലേറ്റ് ചെയ്യുക. അതെപ്പോഴെങ്കിലും സി റേസ് ടു n ആവുന്നുണ്ടെങ്കിൽ ഡിസൈഡബിൾ ആവും. അത് അങ്ങനെ ആവുന്നില്ല എങ്കിൽ എന്തായിരിക്കും, അൺഡിസൈഡബിൾ പ്രോബ്ലംസ് ആയിരിക്കും. If we feed this problem to a Turing machine to find such a solution which gives a contradiction, then a Turing machine might run forever to find the suitable values of n, a, b and c. But we are always unsure whether a contradiction exists or not, and hence we term the problem as undecidable problems. നമ്മൾ ട്യൂറിംഗ് മെഷീൻ്റെ കേസിലും എന്നിനും എക്കും ബിക്കും സിക്കും ഒക്കെ വാല്യൂസ് കൊടുത്ത് നമ്മൾ ചെയ്താലും എന്തായിരിക്കും, അവിടെ ഒരു കോൺട്രഡിക്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അതായത് നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഒരിക്കലും എത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് അൺഡിസൈഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദെൻ അൺഡിസൈഡബിൾ പ്രോബ്ലംസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഒരു CFG തന്നിരുന്നാൽ അതെല്ലാ സ്ട്രിങ്സും ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതായത് എല്ലാ CFGയിലും ഉള്ള സ്ട്രിങ്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സ്ട്രിങ്സും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, CFG എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ CFG എന്ന് പറയുന്ന രണ്ട് LM എന്ന് പറയുന്നത് ഈക്വൽ ആവുമോ എന്നുള്ളതാണ്. 2 ഗ്രാമർ ഈക്വൽ ആവുന്നു. 2 ഗ്രാമർ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയുള്ള പ്രൊഡക്ഷൻസും ഒരേപോലെ സ്റ്റാർട്ട് സ്റ്റേറ്റ്, ഒരേപോലെ ഫൈനൽ സ്റ്റേറ്റ്, ഒരേപോലെ അതിനകത്ത് വരുന്ന നമ്മുടെ ആൽഫബറ്റ്സ് ഇതെല്ലാം സെയിം ആണെങ്കിൽ മാത്രമേ 2 ലാംഗ്വേജസ് ഈക്വലൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരേപോലെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും നമ്മുടെ LM എന്ന് പറയുന്ന 2 ലാംഗ്വേജ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എടുത്തിട്ട് അത് ഈക്വലൻ്റ് എന്ന് എല്ലാ ടൈമിലും നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. ദെൻ അതുപോലെ ആംബിക്വിറ്റി ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ആംബിക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് പ്രൊഡക്ഷൻസ് എടുത്താലും ലെഫ്റ്റ് പ്രൊഡക്ഷൻസ് എടുത്താലും എന്താണ് നമുക്ക് സെയിം സംഭവത്തിൽ വരിക. അതായത് ഒരു ഗ്രാമറിന് ഒന്നിലധികം പാർട്സ് ട്രീ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒന്നിലധികം ഡെറിവേഷൻസ് വരിക. അപ്പോൾ എല്ലാ ഗ്രാമറിനും ഒന്നിലധികം ഡെറിവേഷൻസ് വരണമെന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ചേരുന്നതാണ് നമ്മുടെ അൺഡിസൈഡബിൾ എന്ന് പറയുന്നത്. അതുപോലെ മെമ്പർഷിപ്പ്, ഫൈനൈറ്റ്നെസ്, എംപ്റ്റിനെസ്. നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ സിംപ്ലിഫിക്കേഷൻ പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എപ്സിലോൺ പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റും. ദെൻ അടുത്തത് നമ്മൾ ചെയ്യുന്നത് യൂണിറ്റ് പ്രൊഡക്ഷനും, അടുത്തത് എന്താണ് നമ്മുടെ അൺവാണ്ടഡ് സിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാം. അപ്പോൾ അതേപോലെ ട്യൂറിംഗ് മെഷീൻസിനകത്ത് വരുന്നതാണ് മെമ്പർഷിപ്പ്, അതായത് നമ്മൾ എടുക്കുന്ന സ്ട്രിങ്സ് അതിനകത്ത് ആണോ. അതുപോലെ ട്യൂറിംഗ് മെഷീൻ്റെ ഫൈനൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ട്യൂറിംഗ് മെഷീൻസ് എപ്പോഴും അക്സെപ്റ്റിംഗ് കണ്ടീഷൻസിലേക്ക് പോകുന്നുണ്ടോ. ദെൻ എംപ്റ്റിനെസ് എന്ന് പറഞ്ഞാൽ എംറ്റി ആയിട്ടുള്ള സ്ട്രിങ്സും ട്യൂറിംഗ് മെഷീൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം വരുന്നതാണ്
അതിൻ്റെ അൺഡിസൈഡബിൾ പ്രോബ്ലംസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂറിംഗ് മെഷീൻസിനകത്ത് വരുന്ന ഡിസൈഡബിലിറ്റി ആൻഡ് അൺഡിസൈഡബിലിറ്റി പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദെൻ ഒരു ലാംഗ്വേജ് എന്ന് തന്നിട്ട് അത് ഡിസൈഡബിൾ, അൺഡിസൈഡബിൾ ഓർ പാർഷ്യലി ഡിസൈഡബിൾ അല്ലെങ്കിൽ സെമി ഡിസൈഡബിൾ ആണ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചില ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഡിസൈഡബിൾ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഡിസിഷൻ പ്രോബ്ലം പി is said to be decidable if the language L of all yes instance to P is decidable. അതായത് ഡിസൈഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെത്തുക, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്സ് റിജക്റ്റ് ചെയ്ത് പോവുക. ഏതെങ്കിലും ഒരു കണ്ടീഷൻസിൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡിസൈഡബിൾ പ്രോബ്ലംസ്. അപ്പോൾ അതിനകത്ത് യെസ് എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് ആ പ്രോബ്ലത്തിന് വരുന്നുണ്ടെങ്കിൽ, യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഡിസൈഡബിളാണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് പ്രോബ്ലം ഫോർ DFA. DFA എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ DFA അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ദെൻ എംപ്റ്റിനെസ് പ്രോബ്ലമോ ഫോർ DFA, ഇത് നമ്മൾ പഠിച്ചതാണ്, എംപ്റ്റിനെസ് പ്രോബ്ലം. ഓക്കെ, ഇക്വലൻസ് പ്രോബ്ലം ഫോർ DFA. ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് DFA സെയിം ലാംഗ്വേജസ് വച്ചിട്ടുള്ള രണ്ട് DFAs സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ അൺഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ പ്രോബ്ലം P is said to be undecidable if the language L of all yes instance to P is not decidable or a language is undecidable if it is not decidable. അൺഡിസൈഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കറക്റ്റായിട്ട് അത് അക്സെപ്റ്റ് ആയോ അല്ലെങ്കിൽ റിജക്റ്റ് ആയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് അക്സെപ്റ്റ് ആവാം, ചിലപ്പോൾ അത് റിജക്റ്റ് ആവാം. അപ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ അൺഡിസൈഡബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പാർഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഡിസൈഡബിൾ ആണ് പാർഷ്യലി എന്ന് പറയുന്നത്. ചില ഇൻസ്റ്റൻസിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ് ഇൻസ്റ്റൻസും, ചിലതെന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ നമ്മുടെ എന്താണ് അതിനകത്ത് വരുന്ന സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യാനും ചിലത് അക്സെപ്റ്റ് ചെയ്യും, ചിലത് റിജക്റ്റ് ചെയ്യും. എന്നാൽ വ്യക്തമായിട്ട് നമുക്ക് ആദ്യമേ ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ റിക്കേഴ്സീവ് ലാംഗ്വേജ്. റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ട്യൂറിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്ന ലാംഗ്വേജാണ് റിക്കേഴ്സീവ് ലാംഗ്വേജ്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, റിക്കേഴ്സീവ് ലാംഗ്വേജും റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ അതാണ് കറസ്പോണ്ടിങ് നമ്മുടെ ഡിസൈഡബിൾ അതുപോലെ അൺഡിസൈഡബിൾ, ഡിസൈഡബിലിറ്റി എന്നൊക്കെ പറയുന്നത്.